കേരളത്തിന്റെ ഭൂപടത്തിൽ ഒരു ജില്ലയല്ല വയനാട്, അതൊരു നൊമ്പരമാണ്. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ ചതിച്ചും വോട്ടുകൾക്ക് വേണ്ടി ജനങ്ങളെ താലോലിച്ചും ഒടുവിൽ ദുരന്തങ്ങളുടെ നടുക്കടലിൽ ആ നാടിനെ തനിച്ചാക്കിയ അധികാരികളുടെ നിസ്സംഗതയുടെ നേർക്കാഴ്ച വയനാട്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ മലയാളിയുടെയും ഉള്ളൊന്ന് പിടയും. കാരണം മണ്ണും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടത്തിൽ ആ നാട് തോറ്റുകൊണ്ടേയിരിക്കുന്നു. കള്ളാടിയിൽ മണ്ണിടിഞ്ഞു വീഴുമ്പോൾ അവിടുത്തെ മണ്ണിൽ പുതഞ്ഞത് മൃതശരീരങ്ങൾ മാത്രമല്ല, ഭരണകൂടം നൽകിയ വാഗ്ദാനങ്ങൾ കൂടിയാണ്. ചോദിക്കാൻ ആളില്ലാത്ത ഒരു ജനതയുടെ കണ്ണീർ തുള്ളികൾക്ക് മുകളിൽ ഇനിയും എത്ര കാലം നിങ്ങൾ രാഷ്ട്രീയ നാടകം കളിക്കും? ഇന്ന് വയനാട് ചോദിക്കുകയാണ്, തങ്ങളെ ജയിപ്പിച്ചു വിട്ട വലിയ നേതാക്കൾ എവിടെയാണ്? വോട്ട് ബാങ്കുകൾക്ക് മുകളിൽ മാത്രം കണ്ണുവെക്കുന്ന അധികാരത്തിന്റെ സുഖത്തിൽ ഇരിക്കുന്നവർ കള്ളാടിയിലെ ഈ മണ്ണിൽ നിന്നുയരുന്ന ആ നിലവിളി കേൾക്കുന്നുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കാൻ സമയമായി. കണ്ണും കാതും തുറന്നു പിടിക്കുക. ഇത് വയനാടിന്റെ മാത്രം വേദനയല്ല, കേരളത്തിന്റെ തന്നെ ചോദ്യമാണ്. വയനാട് മേപ്പാടിയിൽ ഉണ്ടായ ഭയാനകമായ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിന് ശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ടും മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രമുഖ നേതാക്കളുടെ അസാന്നിധ്യം ദേശീയ തലത്തിൽ തന്നെ ഇന്ന് വലിയ ചർച്ചയാകുകയാണ്. എന്തിന് വയനാട് മാത്രം? ഈ ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ വയനാടിന്റെ മലയിടുക്കുകളിൽ അലയടിക്കുന്നുണ്ട്. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ ചൂഷണം ചെയ്തവർക്ക് ഒരുപക്ഷെ ഇത് വെറുമൊരു നിർമ്മാണ പദ്ധതിയായിരിക്കാം. പക്ഷേ മണ്ണടിഞ്ഞ ഓരോ വീടിന്റെയും ഉള്ളിൽ തകർന്നത് സ്വപ്നങ്ങളാണ്, നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ടവരുടെ ജീവനാണ്. എന്നിട്ടും ഭരണകൂടം ഇനിയും കണ്ണു തുറക്കുന്നില്ല. ശാസ്ത്രീയ പഠനങ്ങളില്ലാത്ത നിർമ്മാണങ്ങളും തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വോട്ട് തേടി വരുന്ന നേതാക്കളും ചേർന്ന് ആ നാടിനെ ഒരു ശവപ്പറമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വയനാട് ഇത്രയും കാലം നിശബ്ദത പാലിച്ചത്? എന്തിനാണ് ഇനിയും ഇവർക്ക് വോട്ട് നൽകി ജയിപ്പിച്ചത്? ആവശ്യം വരുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ അധികാരികൾ? ആകാശമാർഗം പറന്നെത്തുന്നവർക്കും തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വയനാട്ടിലെ തണുപ്പിൽ വോട്ട് തേടുന്നവർക്കും ഈ ജനതയുടെ കണ്ണീരിന്റെ വില അറിയില്ല. ഇന്ന് ഞാൻ ചോദിക്കുന്നത് വയനാട്ടിലെ ഓരോ മനുഷ്യന്റെയും ഉള്ളിലെ ആത്മരോഷമാണ്. ഇനിയും എത്ര ദുരന്തങ്ങൾ കാണണം നിങ്ങൾക്ക് ബോധം വരാൻ? മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഇരമ്പിലിനേക്കാൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങളുടെ MP? എവിടെയാണ് നിങ്ങളുടെ ഭരണകൂടം? എന്തുകൊണ്ട് വയനാട് മാത്രം? ഈ ചോദ്യത്തിന് ഉത്തരം തേടി നമ്മൾ കൂടുതൽ ദൂരേക്ക് പോകേണ്ടതില്ല. നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ആ വലിയ പാഠം, ഗാഡ്ഗിൽ റിപ്പോർട്ട്. അന്ന് ആ റിപ്പോർട്ട് വിളിച്ചു പറഞ്ഞതാണ്, വയനാട് അതീവ പാരിസ്ഥിതികലോല പ്രദേശമാണ്, ഇവിടെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല, മല തുറക്കരുത് എന്ന് ശാസ്ത്രീയമായി തന്നെ അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അന്ന് എന്ത് ചെയ്തു? ആ റിപ്പോർട്ടിനെ പരിഹസിച്ച് തള്ളി. അന്ന് ചെവി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരന്ത വാർത്തകൾ കേൾക്കേണ്ടി വരുമായിരുന്നില്ല. ഓരോ ദുരന്തത്തിന് ശേഷവും നമ്മൾ കരയുന്നു, റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യുന്നു, പിന്നെ എല്ലാം മറക്കുന്നു. ഇതാണോ വയനാട്ടുകാർ അർഹിക്കുന്നത്? ഇനി കള്ളാടി തുരങ്കപാതയുടെ കാര്യം നോക്കൂ. വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു. ഞങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയാണ് നടത്തിയതെന്ന് കരാർ കമ്പനി. കൃത്യമായ പഠനം നടത്തിയാണ് അനുമതി നൽകിയതെന്ന് അധികാരികൾ. അപ്പോൾ പിന്നെ ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു? മണ്ണിടിഞ്ഞു വീണപ്പോൾ ആ ശാസ്ത്രീയത എവിടെ പോയി? ഒരു നിർമ്മാണത്തിന് മുന്നേ നടത്തേണ്ട ആധികാരികമായ പഠനങ്ങൾ നടന്നു. ഇടതുപക്ഷം ഭരണകൂടത്തെ കുറ്റം പറയുന്നു, ഭരണകൂടം കമ്പനിയെ പഴിക്കുന്നു. ഈ രാഷ്ട്രീയ കളികൾക്കിടയിൽ പെട്ടുപോകുന്നത് ആരാണ്? മണ്ണിടിഞ്ഞു തീർന്ന 8 പാവം മനുഷ്യരും അവരുടെ കുടുംബങ്ങളും പിന്നെ വയനാട്ടുകാരും. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ നിങ്ങൾ വയനാട്ടിൽ ജയിപ്പിച്ചു വിട്ടു. അന്ന് റോഡ് ഷോകളും വലിയ ആൾക്കൂട്ടങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് വയനാട് കത്തുമ്പോൾ, അവിടെ മണ്ണിടിയുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ ഈ ജനപ്രതിനിധികൾ? കഴിഞ്ഞ 20 ദിവസമായി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ പോലുമില്ല എന്നാണ് വാർത്തകൾ. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ മാത്രം അന്നൊരു വിസിറ്റിംഗ് നടത്തി പോകുന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണോ? ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും ഒരു MP-ക്ക് തൻ്റെ മണ്ഡലത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ പദവിയുടെ അർത്ഥം എന്താണ്? കോൺഗ്രസ് ആണ് നമ്മുടെ കേരളം ഇപ്പോൾ ഭരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ അനാസ്ഥ? വയനാടുകാർ നിങ്ങൾ ഇനിയും ഇത് മനസ്സിലാക്കുന്നില്ലേ? BJP ഇപ്പോൾ ഈ വിഷയം ദേശീയ തലത്തിൽ ആയുധമാക്കുന്നുണ്ട്. അവർ വിമർശനം കടുപ്പിക്കുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ നിശബ്ദരാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ എത്തുന്നവർ. അത് കഴിഞ്ഞാൽ പിന്നെ വയനാടിനെ ആരും ഓർക്കുന്നില്ല. ഇനിയിപ്പോൾ വിഷയം വലിയ ചർച്ചയായ സ്ഥിതിക്ക് ഒരു സന്ദർശനം പ്രതീക്ഷിക്കാം. ക്യാമറകൾക്ക് മുന്നിലൊന്ന് മുഖം കാണിക്കാൻ കുറച്ച് ആശ്വാസ വാക്കുകൾ പറയാം. പക്ഷേ ആ വാക്കുകൾ കൊണ്ട് വയനാട് ഇനിയും സുരക്ഷിതമാകുമോ? വയനാട്ടുകാർ ഇനിയെങ്കിലും ചിന്തിക്കണം.
നിങ്ങളെ പരിഗണിക്കാത്തവർക്ക് ഇനിയും വോട്ട് നൽകണോ? മണ്ണിടിയുമ്പോൾ മാത്രമല്ല, രാഷ്ട്രീയ അനാസ്ഥയുടെ ചതിക്കുഴികളിലും വയനാട് വീഴുകയാണ്. ഈ നിശബ്ദത വെടിയണം. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുക തന്നെ വേണം. മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടല്ല, ചോദ്യങ്ങൾ കൊണ്ടാണ് ഇനി വയനാട് വികസിക്കേണ്ടത്. കാരണം ഈ മണ്ണ് ഇനിയും ഒരു ദുരന്തം താങ്ങാൻ തയ്യാറല്ല. കള്ളാടി തുരങ്കപാത പ്രഖ്യാപനം വന്നപ്പോൾ വലിയ ആഘോഷമായിരുന്നുവെന്ന്, ഞങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന് കമ്പനി പറയുന്നു. ശാസ്ത്രീയമായി പഠനം നടത്തിയെന്ന് ഭരണകൂടം പറയുന്നു. പക്ഷേ മണ്ണിടിഞ്ഞപ്പോൾ അവിടെ ആരുടെ ശാസ്ത്രീയതയാണ് തെറ്റിയത്? ഇടതുപക്ഷം ഭരണകൂടത്തെ കുറ്റം പറയുന്നു. കമ്പനി ഞങ്ങൾ ചെയ്തത് തെറ്റല്ല എന്ന് പറയുന്നു. ഒടുവിൽ നഷ്ടപരിഹാരം കൊടുത്ത് തടി തപ്പാൻ ശ്രമിക്കുന്ന കമ്പനി 8 പേരുടെ ജീവൻ പൊലിഞ്ഞു. ആ ഹിമാചൽ സ്വദേശിയായ വിക്രം റാണയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയതോടെ ഈ കണക്ക് പൂർത്തിയായി. പണത്തിന് പകരം വെക്കാവുന്നതാണോ ഈ മനുഷ്യ ജീവിതങ്ങൾ? ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിലവിലെ MP പ്രിയങ്ക ഗാന്ധിയുടെ മൗനം. വലിയ പ്രതീക്ഷകളോടെയാണ് വയനാട് പ്രിയങ്കയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വയനാട് തന്റെ രണ്ടാമത്തെ വീടാണെന്നും എന്താവശ്യത്തിനും കൂടെ ഉണ്ടാകുമെന്ന് അവർ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ഇന്ന് വയനാട് തകർന്നു കിടക്കുമ്പോൾ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ മണ്ണിനടിയിൽ ഈ ഒരു മരണം തിരയുന്ന ഈ ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി എവിടെയാണ്? ഒരു ജനപ്രതിനിധി എന്നാൽ വെറും തിരഞ്ഞെടുപ്പ് കാലത്തെ മുഖം മാത്രമല്ല, ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് ധൈര്യം പകരുന്ന സാന്നിധ്യം കൂടിയാണ്. വയനാട്ടിൽ ഈ മണ്ണിൽ ദുരന്തം വിതയ്ക്കുമ്പോൾ ഡൽഹിയുടെ സുരക്ഷിത താവളത്തിലിരുന്ന് മൗനം പാലിക്കുന്നത് വലിയൊരു അവഗണനയല്ലേ? ഒരു MP-ക്ക് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ടും തന്റെ മണ്ഡലത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു പദവി? നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു നോക്കുക. വോട്ട് നൽകി ജയിപ്പിച്ച് ജനതയ്ക്ക് നൽകുന്നതാണോ ഈ ആദരവ്? രാഷ്ട്രീയമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് തകർന്നടിഞ്ഞ ഈ നാട്ടിലെ ജനങ്ങളോട് എന്തുകൊണ്ട് ഒരു വാക്ക് സംസാരിക്കാൻ അവർ തയ്യാറായില്ല? ഇതുപോലെ മൗനം തുടരുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി വയനാടിന് നൽകിയ വാഗ്ദാനങ്ങൾ വെറും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മാത്രമായിരുന്നു എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ക്യാമറകൾക്ക് മുന്നിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നവർക്ക് വയനാടിന്റെ ഈ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. ഈ മൗനം വയനാട്ടിലെ ജനങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയാണ്. വോട്ട് ബാങ്കായി മാത്രം വയനാടിനെ കണ്ടാൽ കാലം അത് തിരിച്ചറിയും. ഇനി രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. വയനാടിനെ താൻ നെഞ്ചിലേറ്റുന്നു എന്ന് പ്രസംഗിച്ച മുൻ MP തിരഞ്ഞെടുപ്പ് കാലത്ത് വയനാടിന്റെ മണ്ണിൽ ഓടി നടന്ന അതേ ആവേശം ഇന്ന് ഈ നാട് ദുരന്തത്തിൽ മുങ്ങിത്താഴുമ്പോൾ എവിടെ പോയി? കഴിഞ്ഞ 20 ദിവസമായി അദ്ദേഹം ഇന്ത്യയിലില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വിദേശയാത്രകളുടെ തിരക്കുകൾക്കിടയിൽ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ മണ്ണടിഞ്ഞ് മരിക്കുന്നതും കാണാതായവരെ തിരയുന്നതും ഒന്നും രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? എന്തൊരു അത്ഭുതകരമായ കണക്ഷനാണ് അദ്ദേഹത്തിന് ആ നാടിനോടുള്ളത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വയനാട്ടിലെ ആ ഒരു പച്ചപ്പിലേക്ക് വിമാനമിറങ്ങുന്ന രാഹുൽ ഗാന്ധിക്ക് ഇവിടുത്തെ കർഷകർ വന്യമൃഗങ്ങളുടെ മുന്നിൽ ജീവൻ വെടിയുമ്പോഴോ കള്ളാടിയിൽ കുന്നിടിഞ്ഞ് നാട് തകരുമ്പോഴോ ഇങ്ങോട്ട് വരാൻ സമയം കിട്ടുന്നില്ല. ഒരു നാടിന്റെ വികാരങ്ങളെ വോട്ട് ബാങ്കുകളായി മാത്രം കണ്ടു ശീലിച്ചവർക്ക് അവിടുത്തെ ജനങ്ങളുടെ കണ്ണീരിന്റെ വില എന്താണെന്ന് മനസ്സിലാകില്ല. ദേശീയതലത്തിൽ ഭരണകൂടത്തെയും സർക്കാരിനെയും വിമർശിക്കാൻ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന രാഹുൽ ഗാന്ധി ഈ ഒരു വയനാട്ടിലേക്ക് ഈ ഒരു ദുരന്തം കണ്ടില്ലെന്ന് നടിക്കുന്നത് വലിയൊരു പരിഹാസമല്ലേ? BJP അടക്കമുള്ളവർ ഇത് ആയുധമാക്കുമ്പോൾ അതിനൊരു മറുപടി പറയാൻ പോലും കഴിയാത്ത വിധം മൗനം പാലിക്കുന്നത് വയനാട്ടുകാരെ അപമാനിക്കലല്ലേ? ആകാശമാർഗം പറന്നെത്തി വോട്ട് വാങ്ങി പോകുന്നവരോട് വയനാട്ടുകാർ ചോദിക്കുന്നത് ഇതായിരിക്കും: ഇതാണോ നിങ്ങൾ പറഞ്ഞ സ്നേഹം? അതോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നതോടെ വയനാട് നിങ്ങളുടെ അജണ്ടയിൽ നിന്ന് പുറത്തായോ? വിദേശ യാത്രകൾക്ക് ഇടവേള നൽകി ഒന്ന് വരാമോ എന്ന് ചോദിക്കാൻ വയനാട്ടിലെ സാധാരണക്കാരന് ഇന്ന് അവകാശമുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.